എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തലേ ദിവസം തന്നെ അരി വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 കിലോഗ്രാം അളവിലാണ് ഞാനൊരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത്. 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് നമ്മളത് വേവിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് വെന്ത് കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള അടികട്ടിയുള്ള ഒരു പാത്രം വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. ഇനി വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരണം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ മൂപ്പിച്ചെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നിറമൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സബോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സബോളയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സബോളയുടെ നിറക്കൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബീൻസാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1 കപ്പ് ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 1 കപ്പ് ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും ബീൻസൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 3 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റിനും ബീൻസിനൊക്കെ കുറച്ചധികം വേവുള്ളതാണ്, അതുകൊണ്ടാണിത് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞങ്ങളിതിൻ്റെ പകുതി അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. അതായത് 1/2 കിലോഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ പകുതി അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്രൈ ആയിട്ടുള്ള മണം വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയം വരെ ഇത് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓയിൽ പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. അതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ടും ശ്രദ്ധിക്കണം. വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ പകുതി അളവായിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അഥവാ കുരുമുളക് പൊടി കുറച്ചുകൂടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ റൈസൊക്കെ മിക്സ് ആക്കുന്ന ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയ സോസ് ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂണ് സോയ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് കുറേശ്ശെയായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടി വലിയ പാത്രമാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2-3 തവണയായിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്ത് കഴിയുന്ന സമയം വരെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണ്. അത് മാത്രം മതി ഈ റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്